കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി നടന്നേ മതിയാകും. നമ്മുടെ ആന്തരിക മനുഷ്യനിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി അനിവാര്യമാണ്. അത് സംഭവിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായ നമുക്ക് ആ സ്ഥാനത്തേക്ക് വന്നു ചേരുവാൻ കഴിയൂ. ദൈവം ആ പ്രവൃത്തി നമ്മിൽ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ അതേപടി സ്വീകരിക്കുവാൻ നാം വിസമ്മതിക്കും. നാം അപ്പോൾ സ്വന്തഹിതം ചെയ്യുവാൻ തയ്യാറാകില്ല. മറിച്ച് നാം ദൈവത്തെ അന്വേഷിക്കും. തൻ്റെ മനസ്സിലും ഉദ്ദേശങ്ങൾക്കും അനുസരിച്ചുള്ള കാര്യങ്ങളെ നാം ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ ദർശനത്തിൻ്റെ യഥാർത്ഥ ശക്തി, ദൈവത്തിൻ്റെ ഉദ്ദേശം സ്വർഗത്തിൽ സുരക്ഷിതമാണെന്ന് നാം മനസ്സിലാക്കണം. അത് ഭൂമിയിലെ വ്യവസ്ഥകൾക്ക് വിധേയമല്ല. ആ വ്യവസ്ഥകൾക്ക് അതിനെ പരിമിതപ്പെടുത്തുവാനും കഴിയില്ല. ദൈവം താൻ ആഗ്രഹിക്കുന്ന തൻ്റെ ഉദ്ദേശം ഇതിനകം സ്വർഗത്തിൽ കൈവരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ താൻ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം ഈ ഭൂമിയിൽ അതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം സ്വർഗത്തിൽ അത് കൈവരിച്ചു കഴിഞ്ഞു എന്ന് കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. അതായിരുന്നു പൗലോസിൻ്റെ ദർശനം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വായിക്കുന്നു. താൻ സിംഹാസനസ്ഥനായ ഒരു മനുഷ്യനെ കണ്ടു. താൻ ദൈവിക ഉദ്ദേശത്തിന് നിവൃത്തിയായ ആ ഭാഗം കണ്ടു. താൻ അവിടെ മഹത്വമുള്ള ഒരു മണവാട്ടിയെ കണ്ടു. ആ ദർശനമാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തെ നിലനിർത്തിയത്. നമ്മുടെ കണ്ണുകളും സിംഹാസനസ്ഥനായ കർത്താവിനെയും തൻ്റെ സഭയെയും കാണേണ്ടതുണ്ട്. അവർ കണ്ട ആ ദർശനം അവരെ നിലനിർത്തുന്നതിന് ശക്തിയുള്ളതായിരുന്നു. അവരെ നിരാശയിൽ നിന്നും തകർച്ചയിൽ നിന്നും കാക്കുവാൻ ശക്തിയുള്ളതായിരുന്നു. അത് ഒന്നിനും ഒരിക്കലും അവരെ തകർക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം സിംഹാസനത്തിലിരിക്കുന്ന ദൈവകുഞ്ഞാടിനെയും എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനായ ക്രിസ്തുവിനെയും അവർ കണ്ടതായിരുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. തൻ്റെ രാജ്യത്തിനും സിംഹാസനത്തിനും ഇനി അവസാനം ഇല്ല. വിശുദ്ധന്മാരെ, യെശയ്യാവിൻ്റെയും പൗലോസിൻ്റെയും ജീവിതത്തെയും ശുശ്രൂഷയും മാറ്റിയത് ഈ ദർശനം ആയിരുന്നു. അവർ കണ്ട ദർശനത്തിൻ്റെ പരിണിതഫലമായിരുന്നു അവരുടെ ശുശ്രൂഷയും ജീവിതവും. നമ്മുടെ ജീവിതങ്ങളിൽ ഇത് ഒരു യാഥാർത്ഥ്യമായി തീരട്ടെ. അവരുടെ സ്ഥിരോത്സാഹം, മുന്നേറ്റം, വിജയം, സാക്ഷ്യം എന്നിവ ഉള്ളതെല്ലാം തന്നെ ആ ദർശനത്തിൽ നിന്ന് ഉളവായത് ആയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ മഹത്വം കാണുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. ദൈവം ഇന്ന് ഈ ഭൂമിയിൽ ഒരു പാത്രത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സകലത്തെയും അതിജീവിക്കുന്നവരുടെ ഒരു കൂട്ടമായിരിക്കും. അവർ ഭൂമിയിലെ ഒരു അവസാന സാക്ഷിയായിരിക്കും. അവർ യേശുക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടവരും ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുന്നവരും ആയിരിക്കും. അവസാനമായി യെശയ്യാവ് 6-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊരിക്കൽ കൂടി നോക്കാം. യെശയ്യാവിന് ലഭിച്ച ദർശനം യേശുക്രിസ്തുവിൻ്റെ ദർശനമായിരുന്നു എന്ന് നാം കണ്ടുവല്ലോ. അത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തിന് മുമ്പുള്ള മഹത്വത്തിൻ്റെ ഒരു ദർശനമായിരുന്നു. എന്നാൽ അതേസമയം അത് മനുഷ്യനായി അവതരിക്കുവാനുള്ള ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിലൂടെ വരുവാനുള്ള ഒരു പുതിയ ക്രമത്തെക്കുറിച്ചുമുള്ള ഒരു പ്രവചനം കൂടിയായിരുന്നു. ഇത് നാം അറിയേണ്ടത് വളരെ പ്രധാനമാണ്. അതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് പുതിയ ക്രമം എന്ന് നാം പറയുന്നത്. അതാണ് പുതിയ നിയമം. ദൈവം കൊണ്ടുവരുന്ന പുതിയ ക്രമത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു അത്. മനുഷ്യനായി അവതരിക്കുവാനുള്ള ക്രിസ്തു എല്ലാറ്റിനും മേലായി ഉയർത്തപ്പെടും. എല്ലാ വാഴ്ചകളും അധികാരങ്ങളും സിംഹാസനങ്ങളും രാജ്യത്വങ്ങളും തൻ്റെ കാൽ കീഴാക്കപ്പെടും. പ്രിയ ദൈവജനമേ, ഈ വാക്യത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. ദൈവം ഒരു പുതിയ ക്രമം കൊണ്ടുവരികയായിരുന്നു. യെശയ്യാവ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അവൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നു മുതൽ വരുവാനുള്ള ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിലൂടെ ദൈവം കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ആണ് താൻ പ്രവചിച്ചത്. ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മാത്രം ആയിരുന്നു തൻ്റെ പ്രവചന വിഷയം. ഇത് കാണുവാൻ ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കുമാറാകട്ടെ. ആമേൻ.